നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു. ആരാകും മോദിയുടെ പിൻഗാമി? ഇങ്ങനെ ഒരു വാർത്ത നിങ്ങളിൽ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നല്ലേ? എനിക്കും ഒരു കൗതുകം തോന്നി. എന്നാൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബറിൽ വിരമിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ സമീപകാല സന്ദർശനം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു. കഴിഞ്ഞ 10-11 വർഷമായി പ്രധാനമന്ത്രി മോദി RSS ആസ്ഥാനം സന്ദർശിച്ചിട്ടില്ലെന്നും, എന്നാൽ ഇപ്പോൾ RSS ആസ്ഥാനം സന്ദർശിക്കണമെങ്കിൽ അത് RSS തലവൻ മോഹൻ ഭാഗവതിനെ കണ്ട് ടാറ്റ ബൈ ബൈ പറയാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നും റാവത്ത് അവകാശപ്പെട്ടു. അപ്പോൾ ഇത് ശിവസേന നേതാവിന്റെ ഊഹം മാത്രമാണ്. സെപ്റ്റംബറിൽ തന്നെ അദ്ദേഹം വിരമിക്കുമായിരിക്കും. അതിനായുള്ള അപേക്ഷ സമർപ്പിക്കാൻ RSS ആസ്ഥാനത്ത് പോയിരിക്കാം. RSS രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും താൻ വിശ്വസിക്കുന്നതായും റാവത്ത് പറഞ്ഞു. എനിക്ക് മനസ്സിലായിടത്തോളം മുഴുവൻ സംഘപരിവാറും രാജ്യത്തിന്റെ നേതൃത്വത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ കാലം കഴിഞ്ഞു. അവർക്ക് മാറ്റം വേണം. അടുത്ത BJP അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനും അവർ ആഗ്രഹിക്കുന്നു. മുംബൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ റാവത്ത് പറഞ്ഞതാണിത്. അതേസമയം മുതിർന്ന BJP നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് സഞ്ജയ് റാവത്തിന്റെ അവകാശവാദങ്ങളെ നിഷേധിച്ചു. പ്രധാനമന്ത്രി മോദി ഇനിയും വർഷങ്ങളോളം രാജ്യത്തെ നയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. 2029 മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പിൻഗാമിയെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അങ്ങനെ തന്നെ തുടരും. നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തുടരവകാശിയെ നോക്കി നടക്കാറില്ല. അത് മുഗളരുടെ സംസ്കാരമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല എന്നും ഫഡ്നാവിസ് പറഞ്ഞു. നാഗ്പൂരിലെ RSS ആസ്ഥാനം പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് റാവത്തിന്റെ ഈ പരാമർശം. ഒരു പ്രധാനമന്ത്രി സംഘടനയുടെ കേന്ദ്ര ഓഫീസ് ഔദ്യോഗികമായി സന്ദർശിക്കുന്നത് 2ാം തവണയാണ്. 2000-ൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇത് ചെയ്തിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആൽമരം എന്നാണ് RSS സ്ഥാപകൻ കേശബ് ബലിറാം ഹെഡ്ഗേവാറിനെ പ്രധാനമന്ത്രി മോദി വിശേഷിപ്പിച്ചത്. RSS ആസ്ഥാനം സന്ദർശിച്ച വേളയിൽ മോദി സംഘടനയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള പ്രത്യയശാസ്ത്രത്തെ പ്രശംസിച്ചു. 100 വർഷങ്ങൾക്ക് മുമ്പ് വിതച്ച പ്രത്യയശാസ്ത്രത്തിന്റെ വിത്ത് ഒരു വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു. RSSന്റെ തത്വങ്ങളും മൂല്യങ്ങളും അതിനെ വലിയ ഉയരങ്ങളിലേക്ക് ഉയർത്തി. ലക്ഷക്കണക്കിന് കർസേവകർ അതിന്റെ ശാഖകളായി. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും മോദി വിരമിക്കുന്നില്ല എന്ന് ഫട്നാവിസ് ഉറപ്പിച്ച് പറഞ്ഞതോടെ ഈ ചർച്ചകൾക്ക് ഒരു അവസാനമായിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.